വിപണിയുടെ ഇടിവിലും ഇന്നിപ്പോൾ ഒരു കേരള കമ്പനി മികച്ച നേട്ടം 2% സ്വന്തമാക്കുന്നുണ്ട്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ ആണ് ഇന്ന് ഒരു മികച്ച നേട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഹരി സർവകാല ഉയരം കുറിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു നേട്ടം ഇന്നും ആ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനായിട്ട് സ്റ്റോക്കിന് സാധിക്കുന്നുണ്ട്. ഡിവിഡന്റ് പേയ്മെന്റ് സംബന്ധിച്ച കമ്പനിയുടെ പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറ്റവും അധികം മുന്നോട്ട് ഈ സ്റ്റോക്കിനെ നയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ ഒരു സ്റ്റോക്കിന്റെ നേട്ടം തുടരുക തന്നെയാണ് എന്ന് വേണം പറയാം. ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഓഹരി വില 13% ഉയർച്ച കാഴ്ചവെച്ചുകൊണ്ട് എക്കാലത്തെയും ഉയർന്ന നിരക്കായ 449.75 എന്നുള്ള ഒരു നിലവാരത്തിലാണ് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നത്. കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഇതുവരെ ഓഹരി ഉടമകൾക്ക് ഡിവിഡന്റ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കമ്പനിയുടെ ഗൾഫ് ബിസിനസ് വിഭാഗത്തിലെ സ്റ്റേക്ക് സെയിലിലൂടെ ലഭിക്കുന്ന തുക ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ ഓഹരി ഉടമകൾക്ക് ഒരു വമ്പൻ ഡിവിഡന്റ് നൽകാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു കരുത്തിൽ തന്നെയാണ് ഓഹരികൾ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന കമ്പനി ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഗൾഫ് വരുമാനത്തിന്റെ 70 മുതൽ 80% ഓഹരി ഉടമകൾക്ക് കൈമാറാൻ തീരുമാനമായിട്ടുണ്ട്. ഡോക്ടർ ആസാദ് മൂപ്പന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയുടെ ഗൾഫിലെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക നിക്ഷേപകരുമായി പങ്കുവെക്കുന്നതിൽ നേരത്തെ ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. റിപ്പോർട്ടുകൾ പുറത്തുവന്ന ഈ ഏറ്റവും പുതിയ റിപ്പോർട്ടിന്മേലാണ് നിലവിൽ അന്തിമ തീരുമാനമായിരിക്കുന്നത് എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ഫ്യൂച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, കരുതൽ ധനശേഖരത്തിനും ഒക്കെ ആവശ്യമായ തുക മാറ്റിവെച്ച ശേഷമായിരിക്കും മറ്റ് തുക നിക്ഷേപകരുമായിട്ട് പങ്കിടുക. അതേസമയം ഡിവിഡന്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ്, പ്രധാനമായിട്ടും റെക്കോർഡ് തീയതി എന്നിവയൊക്കെ തന്നെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓഹരി ഒന്നിന് 110 മുതൽ 120 രൂപ വരെയാണ് ലാഭവിഹിതമായി നിക്ഷേപകർക്ക് ലഭിക്കുക. കമ്പനി ഈ അടുത്താണ് തങ്ങളുടെ ഗൾഫ് ബിസിനസ് വിൽക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചത്. ഏകദേശം $110 കോടി, അതായത് 9,100 കോടി രൂപ ഗൾഫ് ബിസിനസ് വിഭാഗത്തിന്റെ വാല്യൂ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. വരുന്ന 2 മാസങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. മാർച്ചോടെ ഈ വിൽപ്പന നടപടികൾ പൂർത്തിയാകുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. 2023 ദുബായ് ആസ്ഥാനമായുള്ള ആസ്റ്റർ DM ഹെൽത്ത് കെയർ GCC മേഖലയിലെ തങ്ങളുടെ ബിസിനസ് ആൽഫ GCC ഹോൾഡിംഗ്സിന് $1.1 ബില്യൺ ഒരു വിൽക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. ആസ്റ്റർ ഇന്ത്യയുടെ പ്രൊമോട്ടർമാർക്കും പ്രൊമോട്ടർ ഗ്രൂപ്പിനുമിടയിൽ ആൽഫ GCC ഹോൾഡിംഗ്സിന് ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കും. ഇടപാട് അവസാനിക്കുമ്പോൾ 35:65 എന്ന ഷെയർ ഹോൾഡിംഗ് അനുപാതത്തിൽ ഫണ്ടുകൾ മിഡിൽ ഈസ്റ്റ് പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമായ ഫജർ ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് കൈകാര്യം ചെയ്യും. ഇന്ത്യയും GCC ബിസിനസിനെയും വേർതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഇടപാടിന് പിന്നിലെ കാരണമെന്നാണ് കമ്പനി എക്സ്ചേഞ്ചുകൾക്ക് നൽകിയ ഫയലിംഗിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ GCC ബിസിനസ്സും ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ബിസിനസ്സുകളും ഒരു വ്യക്തമായ പ്രോഗ്രസ് കാഴ്ചവെച്ചിട്ടുണ്ട് എന്നും കമ്പനി പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്കിന്റെ 52 ആഴ്ചയിലെ താഴ്ന്ന നിലവാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം, അതായത് 2023 ഫെബ്രുവരി 2 രേഖപ്പെടുത്തിയ 201.3 എന്നുള്ളതായിരുന്നു. അവിടെ നിന്നും ഒരു വർഷങ്ങൾ തികയുന്നതിനിപ്പുറം 223% ഒരു ഉയർച്ചയാണ് ഈ ഒരു സ്റ്റോക്ക് സർവകാല ഉയരമായിട്ടുള്ള 449.7 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിക്ഷേപകർക്ക് മൾട്ടി ബാഗർ നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയായിട്ട് ആസ്റ്റർ DMനെ വിലയിരുത്താൻ സാധിക്കും. നിലവിൽ 21,237 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ആസ്റ്റർ DMന്റെ ഇന്ത്യൻ വിഭാഗമായ DM മെഡിസിറ്റിയുടെ വിൽപ്പന ഇടപാടിൽ ഉൾപ്പെടുന്നില്ല എന്നും കമ്പനി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. 1987 ദുബായിലെ ഒരു ക്ലിനിക്കിൽ നിന്ന് ആരംഭിച്ച ആസ്റ്റർ DMന് പ്രൈമറി, സെക്കൻഡറി, ടെറിട്ടറി ഹെൽത്ത് കെയറുകളിൽ ശക്തമായ സാന്നിധ്യമാണുള്ളത്. 6 ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലുമായി 33 ഹോസ്പിറ്റൽസ്, 127 ക്ലിനിക്കുകൾ, 527 ഫാർമസികൾ, 229 ലാബുകളും മറ്റ് ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സും പേഷ്യന്റ് എക്സ്പീരിയൻസ് സെന്റേഴ്സും ഒക്കെയുള്ള ഒരു വലിയ ഹെൽത്ത് നെറ്റ്വർക്കായിട്ടാണ് ഇന്ന് ആസ്റ്റർ DM പ്രവർത്തിക്കുന്നത്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ കമ്പനിയിൽ 41.88% ഓഹരികളാണ് പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമുള്ളത്. വിദേശ നിക്ഷേപകർ 40.22% ഓഹരികളും സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 11,932 കോടിയും അറ്റാദായം 474 കോടിയുമായിരുന്നു. ഇനി ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ ബെഞ്ച്മാർക്ക് സൂചികയായ നിഫ്റ്റി ഏകദേശം 11.5% മാത്രം നേട്ടമുണ്ടാക്കിയപ്പോൾ ആസ്റ്റർ 29.22% ഉയർച്ച കാഴ്ചവെച്ചിട്ടുണ്ട് എന്നും കാണാം.
ഏതായാലും അബി ഈ ഒരു സ്റ്റോക്കിന്റെ 52 ആഴ്ചയിലെ ഒരു താഴ്ന്ന നില എന്ന് പറയുന്നത് 2023 ഫെബ്രുവരി 2 രേഖപ്പെടുത്തിയിരിക്കുന്ന 201.3 എന്നുള്ളതാണ്. അവിടെ നിന്നും ഒരു മികച്ച നേട്ടം നൽകിക്കൊണ്ട് സ്റ്റോക്ക് 449.7 എന്നുള്ള ഒരു സർവകാല ഉയരം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് കാണാം. ഈ ലെവൽ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണോ ചാർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ആസ്റ്റർ ഡിഎമ്മിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ്? യെസ്, അപ്പം ആസ്റ്ററിന്റെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 434 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നോക്കുവാണെങ്കിൽ ഒരു 8.85 രൂപയുടെ ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം പറഞ്ഞാൽ 2% ഒരു അധികം നേട്ടം നമുക്ക് ആസ്റ്ററിന്റെ ഓഹരികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ലിസ്റ്റ് ചെയ്ത ശേഷം ഒരു ഡൗൺ സൈഡിലേക്ക് ഇറങ്ങി ഒരു 78 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് ഒരു വന്ന് ലോ സൃഷ്ടിച്ച ഒരു ഓഹരിയാണ് ആസ്റ്ററിൻ്റെ ഓഹരികൾ. അതിൽ നമുക്ക് ഇനി വാച്ച് ചെയ്യാനാണെങ്കിൽ ഒരു അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കണമെങ്കിൽ നമുക്ക് 449.65 എന്ന് പറഞ്ഞ ലെവൽ ബ്രേക്ക് ചെയ്ത ശേഷമാണ് നമുക്ക് ഒരു അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റുള്ള ചാൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യുന്ന കുറച്ച് ലെവൽസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് സപ്പോർട്ടായിട്ട് ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ ഒരു ഫസ്റ്റ് സപ്പോർട്ടായിട്ട് 421 എന്ന് പറയുന്ന ലെവൽ എടുക്കാവുന്നതാണ്. അതിൽ 381 എന്ന് പറയുന്ന ലെവൽ നമുക്ക് സെക്കൻഡ് സപ്പോർട്ടായിട്ട് എടുക്കാവുന്നതാണ്. തേർഡ് വണ്ണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു സപ്പോർട്ട് ഏരിയ 354.35 മുതൽ 321.90 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് കണ്ടിന്യൂസ്ലി കുറേ നാളുകളായിട്ട് അപ്സൈഡിലേക്ക് മാത്രം ഒരു മൂവ്മെൻറ്റാണ് നമുക്ക് ആസ്റ്ററിൻ്റെ ഓഹരികളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുപോലെ തോന്നുന്നു. കാരണം ഇനി നമുക്കൊരു എൻട്രി കിട്ടുവാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് വന്ന ശേഷം ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു അപ്സൈഡിലേക്ക് നമുക്കൊരു നല്ലൊരു ക്യാൻഡിൽ ക്ലോസോ കാര്യങ്ങളും കിട്ടിയ ശേഷമായിരിക്കും നല്ലൊരു ലോങ് എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ നമുക്കൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ ഒരു നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ്, ഒരു അപ്സൈഡിലേക്കാണെങ്കിൽ നല്ല മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കാണെങ്കിലും ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് നല്ല മൂവ്മെൻറ്റ് കാണിക്കുകയും പിന്നീട് അവിടെ നിന്നൊരു സൈഡ് വേസ് മാർക്കറ്റ് നമുക്ക് ഇതിൻ്റെ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. അവസാനം മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയത്തും പെട്ടെന്ന് ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് ആസ്റ്ററിൻ്റെ ഓഹരികളിൽ ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് 435 എന്ന് പറയുന്ന ലെവൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടും സെക്കൻഡ് ആയിട്ട് നമുക്ക് 439 എന്ന് പറയുന്ന ലെവൽ എടുക്കാം. സപ്പോർട്ടായിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് നോക്കുവാണെങ്കിൽ 432 എന്ന് പറയുന്ന 32.30 എന്ന് പറയുന്ന ലെവൽ നമുക്ക് സപ്പോർട്ടായിട്ട് എടുക്കാവുന്നതാണ്. സെക്കൻഡ് സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും 430.05 എന്ന ലെവൽ എടുക്കാം. തേർഡ് സപ്പോർട്ടായിട്ട് നമുക്ക് വാച്ച് ചെയ്യാവുന്ന ലെവൽ നോക്കുവാണെങ്കിൽ 427.65 എന്ന് പറയുന്ന ലെവൽ നമുക്ക് ആസ്റ്ററിൻ്റെ ഓഹരിയിൽ വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ 6% നേട്ടം, 6.04% നേട്ടം കൈവരിക്കാൻ ആസ്റ്ററിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 9.28% ഒരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 1 ഇയർ കൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിൽ 93.97% ഒരു നേട്ടം കൈവരിച്ച ഒരു ഓഹരിയാണ് ആസ്റ്റർ DM ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സൊക്കെ സ്ട്രോങ് ബൈ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതിൽ അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു 5 അനലിസ്റ്റുമാർ ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് ഇനി ആസ്റ്ററിൽ അവർ പറയുന്നത്. ഒരു 430, 420, 410 എന്ന ഒരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് അനലിസ്റ്റുമാർ ഇതിനകത്ത് നമുക്ക് സൂചിപ്പിക്കുന്നത്.